ധന്യ, ഈ ദോഹയിൽ നടത്തിയ ഇസ്രായേലിന്റെ സൈനിക ആക്രമണം അവിടെ ഹമാസിനെ ലക്ഷ്യമിട്ടാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഹമാസിന്റെ നേതാക്കൾ അവിടെ ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവിടെ ദിവസങ്ങളായി മാസങ്ങളായി ഈ ദോഹയിൽ തമ്പടിച്ച് കിടക്കുകയായിരുന്നു. ഖത്തർ ഭരണകൂടം ഈ ഹമാസും ഇസ്രായേൽ അധികൃതരുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേദി ഒരുക്കുകയായിരുന്നു. വാസ്തവത്തിൽ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ് ഈ ചർച്ചകൾക്ക് മേൽനോട്ടമൊക്കെ വഹിച്ചിരുന്നത്. പക്ഷേ ആ ചർച്ചകളൊന്നും ഫലവത്തായില്ല. പലപ്പോഴും അത് അലസിപ്പിരിയുകയാണ് ചെയ്തത്. അപ്പോൾ ഖത്തറിൻ്റെ പ്രഖ്യാപിത നിലപാടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പോലും ഖത്തർ പ്രധാനമന്ത്രി അവകാശപ്പെട്ടത് ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഞങ്ങളാൽ ആവുന്നതെല്ലാം ചെയ്യും, ഇന്ത്യ നടത്തുന്ന ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ നൽകുന്നതായിട്ടാണ് അവർ പറഞ്ഞത്. പക്ഷേ പരോക്ഷമായി ഇപ്പോൾ അവിടെ ഈ ഹമാസിൻ്റെ അടക്കം ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ പരോക്ഷമായെങ്കിലും ഖത്തർ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന തരത്തിലൊരു നിലപാടെടുക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. എന്താണ് തോന്നുന്നത്? പലരും ചോദിക്കുന്നുണ്ട്, ഖത്തർ ഭീകരവാദത്തിന്റെ മണ്ണാണോ, ഖത്തർ ഭീകരവാദത്തെ വളർത്തുകയാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഈ ഖത്തറും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അതായത് 2015 ആദ്യം ഖത്തർ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഖത്തറിന്റെ രാജാവ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വരുന്നത് 2025 ഫെബ്രുവരി 17 അന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോട്ടോക്കോളുകൾ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ പോയി നേരിട്ട് ആനയിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്രമാത്രം ബന്ധം ഖത്തറുമായി നമുക്കുണ്ട്. ഇടയ്ക്ക് ഖത്തറുമായിട്ട് ചില ബന്ധങ്ങൾ, കാരണം ഖത്തർ ഭരണകൂടം ഈ ഹിന്ദുക്കളെ ഒഴിവാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതായത് ഹിന്ദുക്കളുടെ വിസകളാണ് എങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് അത് ഒരുപാട് സമയം നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു നിലപാടൊക്കെ സ്വീകരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷെ പിന്നീട് ഇന്ത്യയും ഖത്തറും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. ഈ ഗ്യാസുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ, അതിൻ്റെ ചില ഇടപാടുകളൊക്കെ വർഷങ്ങൾക്കോളം 30 വർഷത്തോളം നീട്ടി എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത്. ഭീകരർക്കെതിരെ ഇന്ത്യ എന്ത് നിലപാടെടുത്താലും അതിന് പൂർണ്ണ പിന്തുണ ഞങ്ങൾ നൽകും. മാത്രമല്ല, ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയിലെ സഹോദരങ്ങളെ തൊട്ട ഭീകരർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിൽ ഇന്ത്യക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഖത്തറിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് മനസ്സിലാക്കാതെയാണ് ഇവിടെ കുറെ ആളുകൾ കിടന്ന് തിളയ്ക്കുന്നത് എന്നുള്ളതാണ്. ഖത്തർ പറയുന്നത് ഞങ്ങൾ ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ ഭീകരവാദത്തെ വളർത്തുന്നവരല്ല. മോദിക്ക് കൊടുത്ത ആ വാക്ക് ഖത്തർ പാലിക്കുക തന്നെ ചെയ്യും. കാരണം ഇന്ത്യയുമായി അത്ര വലിയ ബന്ധമുണ്ട് എന്നുള്ളത്. ഇനിയാണ് പ്രേംലാലേട്ടൻ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ പ്രസക്തമാകുന്നത്. ഖത്തർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹമാസിന് പണി കൊടുത്തത്. ഹമാസിനെ പണിഞ്ഞത് ഖത്തർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളത്. കാരണം ഈ 2012 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ദോഹയിൽ ഹമാസിന്റെ നേതാക്കൾക്ക് അവിടെ ജീവിക്കാനുള്ളൊരു അവസരം, അല്ലെങ്കിൽ അവിടെ വന്ന് പാർക്കാനുള്ളൊരു അവസരം ഖത്തർ നൽകിയത് 2012. അത് അമേരിക്ക കൂടി പറഞ്ഞിട്ട് അമേരിക്കയുടെ കൂടി ഒരു സ്വാധീനത്തിലാണ്. കാരണം ഖത്തറിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ഉള്ളത്. അപ്പൊ അമേരിക്കയ്ക്ക് അവിടെ വല്ലാത്തൊരു സ്വാധീനമുണ്ട് ഖത്തറിൽ. അപ്പൊ അമേരിക്ക കൂടി പറഞ്ഞിട്ടാണ് ഒരു മധ്യസ്ഥത ചർച്ച എന്നുള്ള രീതിയിലാണ് ഖത്തറിലെ ദോഹയിൽ ഈ ഹമാസിന്റെ നേതാക്കൾക്ക് ഒരു അഭയം ഖത്തർ നൽകിയത്. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് ഇവർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല. പല പ്ലാനിങ്ങുകളും ഖത്തർ മധ്യസ്ഥത വഹിക്കുമ്പോൾ നീണ്ട് അത് കൊണ്ടുപോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള രീതിയിലുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഒരു സമീപനമല്ല ഹമാസിന്റെ നേതാക്കളിൽ നിന്നുണ്ടായത്. ഖത്തർ ചെലവും കൊടുത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഇവരെ താമസിപ്പിക്കുന്നു, ഇവർക്ക് അവിടെ വില്ലകൾ കൊടുക്കുന്നു, ഇവരുടെ മക്കൾക്കും ഭാര്യമാർക്കും ഒക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ഒരു സമാധാന ഉടമ്പടി ഒരിക്കലും ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അങ്ങനെ ഖത്തർ കുറെ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മധ്യസ്ഥത വേണം, ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഖത്തർ നോക്കിക്കൊണ്ടിരുന്നിട്ടും ഒരു രീതിയിലുമുള്ള നിലപാട് ഹമാസ് സ്വീകരിക്കുന്നില്ല. ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടനയാണ് എന്നുള്ളത്
മറ്റാർക്കും അറിയില്ലെങ്കിലും, കേരളത്തിൽ കിടന്ന് ഹമാസിന് വേണ്ടി തിളയ്ക്കുന്നവർക്ക് അറിയില്ലെങ്കിലും ഖത്തറിന് നന്നായിട്ട് അറിയാം. അതൊരു ഭീകരവാദ സംഘടനയാണ്, ഭീകരവാദമാണ്. അത് ആളുകളെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ്. ഇനിയൊരു യുദ്ധം പോലും ഉണ്ടാക്കാൻ ആ സംഘടന വിചാരിച്ചാൽ കഴിയും. അത് ലോകത്തെ വലിയ നാശത്തിലേക്ക് കൊണ്ടുപോകുക സംഘടന. അതുകൊണ്ട് തൽക്കാലം ആ സംഘടനയെ വച്ചു വാഴിക്കേണ്ട എന്ന് ഖത്തർ തീരുമാനിക്കുന്നു. അങ്ങനെ ഖത്തർ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഇസ്രായേലും ഖത്തറും തമ്മിലുള്ള ഒരു രഹസ്യ ചർച്ച ഉണ്ടാകുന്നു. ആ രഹസ്യ ചർച്ചയ്ക്ക് അപ്പുറമാണ് ഖത്തറിന്റെ കൂടി അറിവോടുകൂടി ഇസ്രായേൽ ദോഹയിൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. അതിൽ ഖത്തറിന്റെ ഏറ്റവും മുതിർന്ന, അതായത് ഈ പിന്നെ ഇസ്രായേലിൽ ഒക്ടോബർ 7-ാം തീയതി 2022 ആണെന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, 2022 ഒക്ടോബർ 7-ാം തീയതി പിന്നെ ഇസ്രായേലിലെ ഒരു പാർട്ടിയിൽ 1200ഓളം പേരെ കൊല ചെയ്ത നേതാവിനെ അടക്കം കൊന്നു എന്നാണ് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് ഹമാസ് പറയുന്നു. ഹമാസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള നേതാക്കന്മാർ തീർന്നു എന്നാണ് ഖത്തർ അവകാശപ്പെടുന്നത്. ഹമാസ് പറയുന്നത് അവരെ ആരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്ന് ഖത്തർ എടുത്ത ഒരു തീരുമാനം, അല്ലെങ്കിൽ ഖത്തർ എടുത്ത ഒരു വാക്ക്, അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് ഇന്ത്യക്ക് വന്ന ഒരു ഫോൺ കോൾ, ഭീകരവാദത്തെ ഞങ്ങൾ ഒരിക്കലും വച്ച് വാഴിക്കില്ല, ഭീകരർക്ക് ഒരു സപ്പോർട്ട് ഞങ്ങൾ നൽകില്ല എന്ന് ഖത്തർ പറഞ്ഞ നിലപാട് ഇവിടെ യാഥാർത്ഥ്യമായതാണ് നമ്മൾ കണ്ടത്. അതായത് ഇസ്രായേലും ഖത്തറും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രഹസ്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഹമാസിനെ മുച്ചൂട് മുടിക്കാനുള്ള തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അമേരിക്ക പോലും അറിയാതെ ഇസ്രായേൽ അത് പണിഞ്ഞു എന്നുള്ളതാണ്. അമേരിക്ക മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് ആളുകളെയൊക്കെ അയക്കാനുള്ള തീരുമാനമൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഒരുങ്ങിയിരുന്നപ്പോൾ അവിടെ വെടിപൊട്ടി, അവിടെ കുറെ എണ്ണം തീർന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ ഖത്തറിന് ഇത് പരസ്യമായി പറയാൻ കഴിയില്ല. ഞങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചതെന്ന് ഖത്തറിന് പരസ്യമായി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഖത്തർ പറയുന്നത്, ഞങ്ങൾ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒരു ചർച്ച നടത്തുന്നുണ്ട്. ഞങ്ങളുടെ പിന്നെ അതായത് ഈ മധ്യസ്ഥ വഹിക്കാനുള്ള ഖത്തറിന്റെ ഒരു മാന്യതയെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ ഞങ്ങൾ അപലപിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു നിലപാട് സ്വീകരിക്കണം, ഒരു തീരുമാനം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഖത്തർ വലിയ രീതിയിലുള്ള ഇതെടുക്കുന്നു. പക്ഷെ ഇതുവരെ ഖത്തർ ഈ ഹമാസിന്റെ നേതാക്കൾ മരിച്ചതിനൊരു അപലപിക്കൽ കണ്ടത് നമ്മൾ കണ്ടില്ല. ഹമാസിന്റെ നേതാക്കൾ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിക്കുന്ന ഒരു ഖത്തറിനെ നമ്മൾ കണ്ടില്ല. അല്ലെങ്കിൽ ഹമാസിന്റെ നേതാക്കൾക്ക് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിക്കുന്ന ഒരു ഖത്തറിനെ നമ്മൾ കണ്ടില്ല. ഖത്തർ പറയുന്നത് ആക്രമണം ചിലപ്പോൾ മറ്റ് GCC രാജ്യങ്ങളിൽ കൂടി വ്യാപിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ പലയിടത്തും കിടക്കുന്നുണ്ട്. ഇപ്പൊ യമനിലൊക്കെ ആക്രമണം നടത്തിയത്, യമനിലെ സനയിലൊക്കെ ആക്രമണം നടത്തിയത് ഈ ഹൂത്തികൾ അവിടെ ഉള്ളതിന്റെ പേരിലാണ്. അതുപോലെ ഹിസ്ബുള്ള ദുബായിൽ അടക്കം ചില സ്ഥലങ്ങളിൽ ഇവരുടെ കേന്ദ്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഭരണാധികാരികൾ ഒന്നും അറിയാതെ, GCCയിലെ അല്ലെങ്കിൽ അറബ് രാജ്യത്തെ രാഷ്ട്രത്തലവന്മാർ ഒന്നും അറിയാതെ ഇസ്രായേൽ ഇവർക്ക് നേരെ ആയുധമെടുക്കില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് എന്നുള്ള, UAE-യുമായും ഖത്തറുമായും സൗദിയുമായും കുവൈറ്റുമായും ഒക്കെ UAE-ക്ക് ഇന്ത്യക്ക് അത് ശക്തമായ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ രാജ്യങ്ങളൊക്കെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തൊട്ടപ്പോൾ പാകിസ്ഥാനോടൊപ്പം നിന്ന രാജ്യങ്ങളല്ല ഇവരാരും എന്നുള്ളത്. അന്ന് ചൈനയും തുർക്കിയും മാത്രമാണ് ഇവർക്ക് ആയുധം കൊടുത്തതും ഇവരോടൊപ്പം നിന്നത്. ഈ രാജ്യങ്ങളൊന്നും ഇവർക്കൊപ്പം നിന്നില്ല. അതിൽ നിന്ന് തന്നെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം, ഈ രാജ്യങ്ങളൊന്നും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യമല്ല. സൗദിയൊക്കെ ഒരുപാട് മാറി. അവരുടെ ജനങ്ങളെ തന്നെ അവർ പണ്ട് പൊതിഞ്ഞു കെട്ടി നടന്നിരുന്ന ഒരു പരിഹാസ രൂപേണ പറയും, ചാക്കിൽ ആളുകളെ കൊണ്ട് നടന്നിരുന്ന ഒരു സൗദി, അതായത് മൊത്തം മറച്ച് നടന്നിരുന്ന ഒരു സൗദിയൊക്കെ ഇപ്പൊ മാറി. സൗദിയുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ, അറബ് രാജ്യങ്ങളൊക്കെ ഭീകരർക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനെ അതുപോലെ സ്വീകരിക്കുന്ന ഇസ്രായേലിനോടൊപ്പം അല്ലാതെ ആർക്കൊപ്പമാണ് ഈ രാജ്യങ്ങൾ നിൽക്കേണ്ടത്? തീർച്ചയായിട്ടും ഖത്തറും ഇസ്രായേലും കൂടി സംസാരിച്ചുകൊണ്ട് പണിഞ്ഞ പണി തന്നെയാണ് ഹമാസിന് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഹമാസിന്റെ നേതാക്കൾ ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ സുരക്ഷിതരല്ല എന്നുള്ളത് ആലോചിച്ചാൽ നല്ലത്.